ക്രിസ്തു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം സമാധാനം ആയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം. ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അത്യാന്തിക ഫലവും സമാധാനം തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനം. ആ രക്ഷ ആദ്യം അനുഭവിച്ചറിഞ്ഞവൾ മറിയമായിരുന്നു. പൂർണ്ണമായും ക്രിസ്തുവിൻ്റെ രക്ഷ ഉൾക്കൊണ്ട് ആ നിമിഷം മുതൽ എന്നും ക്രിസ്തുവിൻ്റെ സമാധാനം സ്വന്തമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അവൾ കടന്നു വരികയാണ് ചെയ്തത്. അതിൻ്റെ അനുഭവം, അതിൻ്റെ പൂർണ്ണതയിൽ അവൾക്ക് അനുഭവിക്കുവാനും സാധിച്ചു. വേദന അതിലൂടെ കടന്നുപോയ ഒരു ജീവിതമാണ് അവളുടേതെങ്കിലും ദൈവത്തിൻ്റെ പ്രിയ പുത്രി എന്ന നിലയിൽ ദൈവത്തോടുകൂടി ദൈവവുമായുള്ള ഐക്യത്തിൽ ജീവിച്ചതിൻ്റെ സമാധാനവും സംതൃപ്തിയും എപ്പോഴും മറിയത്തിൽ ഉണ്ടായിരുന്നു. മറിയത്തിൻ്റെ ജീവിതം അത് പ്രതിഫലിപ്പിച്ചിരുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്ക 1:48 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ എന്നുള്ള മറിയത്തിൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും ബഹിസ്ഫുരണങ്ങൾ ആയിരുന്നു. അവളുടെ വിശ്വാസ തീവ്രതയാണ് അവൾക്ക് വേണ്ടി ഇത്രമാത്രം സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്തത്. അങ്ങനെ അവളുടെ വിശ്വാസം സമാധാനത്തിൻ്റെ ഉറവിടമാകുകയും അവളുടെ ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്തു. ഇതിനുള്ള കൃപ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അനുസരണയുള്ളവരായി തീർന്ന് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നതിനുള്ള കൃപാവരം നമുക്കേവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.